നാഷണൽ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് August 29 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ബട്ട് ഈവൻ ദോ നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ ഫാൻറ്റസൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയുമെങ്കിലും സ്റ്റിൽ അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് നമ്മൾ പറയാറില്ല. ശരിക്കും August 29 എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹോണർ ചെയ്തിട്ടാണ് പറയാം അല്ലേ. മേജർ ധ്യാൻചന്ദ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ധ്യാൻ സിംഗ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ഫ്രണ്ട്സ് വിളിച്ചതായിരുന്നു എന്ത് ചന്ദ് എന്നുള്ളത്. അങ്ങനെയാണ് മേജർ ധ്യാൻചന്ദ്. നമ്മുടെ ഇന്ത്യൻ ഹോക്കിയിൽ തന്നെ വിസാർഡ് എന്നറിയപ്പെടുന്ന മജീഷ്യൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ടായിരുന്നു. ശരിക്കും മജീഷ്യൻ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ മാച്ച് കണ്ടിട്ട് ഒരു ജർമ്മൻ പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മാജിക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് വരാമോ. അങ്ങനെയാണ് ആ മജീഷ്യൻ എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ മേജർ ധ്യാൻചന്ദ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹോക്കിയിലാണ് ധ്യാൻചന്ദിൻ്റെ. ഇപ്പോൾ ചിലപ്പോൾ പറയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടി, ധ്യാൻചന്ദ് ഐഡിയ ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഹോക്കി റിലേറ്റഡ് ആയിട്ട് അതിനെപ്പറ്റി ഒരു നോളജുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ഒരു വിസാർഡ് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ മജീഷ്യൻ എന്ന് പറയുമ്പോഴും ക്ലിക്ക് ചെയ്യുന്ന ഒരു നെയിം ആയിരിക്കും അത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പറയുകയാണെങ്കിൽ 185 മാച്ചുകളിൽ നിന്ന് 400-ലധികം ഗോളുകൾ നേടിയ ഒരാളാണ്. സോ അതുപോലെ തന്നെ ഇന്ത്യൻ ഹോക്കി ഇപ്പോൾ നമ്മളിപ്പോൾ ഒളിമ്പിക്സ് വന്നപ്പോൾ ഒരു സ്വർണ്ണ മെഡൽ നേടാൻ വരെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1928, 32, 36 ഈ 3 വർഷവും ഇന്ത്യ തന്നെയായിരുന്നു അടുപ്പിച്ച് ഒളിമ്പിക്സ് സ്വർണ്ണം നേടി. അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഏകദേശം 12 കളികളിൽ നിന്നും 33 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹത്തിൻ്റെ ആ കളി മികവ് കണ്ടിട്ട് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിലെ ആർമിയിൽ കേണൽ റാങ്ക് ഓഫർ ചെയ്തതാണ്. പക്ഷെ അന്ന് അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പും ഓഫർ ചെയ്തു. പക്ഷേ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വേറൊരു രസകരമായിട്ടുള്ളൊരു കഥയാണ് നെതർലൻഡ്സിനെതിരെ കളിക്കേണ്ടി വന്ന ഒരു കഥ. ശരിക്കും നെതർലൻഡ്സിനെതിരെ കളിച്ചപ്പോഴത്തേക്ക് അതൊരു ഫൗൾ പ്ലേ ആണ്, അല്ലെങ്കിൽ കളിയുടെ മികവനുസരിച്ച് അതൊരു കള്ളക്കളിയാണ് എന്നുള്ള രീതിക്കായിരുന്നു. അന്ന് അദ്ദേഹം കളിച്ചിരുന്ന ഹോക്കി സ്റ്റിക്കിൻ്റെ താഴെയായിട്ട് അതിൽ മാഗ്നറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്കുള്ള കുറേ അലിഗേഷൻസും കാര്യങ്ങളും വന്ന് ലാസ്റ്റ് ആ ഹോക്കി സ്റ്റിക്ക് അവരെടുത്ത് അത് പൊളിച്ച് നോക്കിയിട്ട് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് സ്റ്റിൽ അവർ വേറൊരു ഹോക്കി സ്റ്റിക്ക് കൊടുത്തിട്ട് അത് വെച്ച് വരെ കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നും അദ്ദേഹം കുറേ ഗോൾ അടിച്ചു. അന്നും അദ്ദേഹം കുറേ ഗോൾ. അദ്ദേഹത്തിന് ഇത് പറഞ്ഞപ്പോൾ വേറൊരു കഥ കൂടിയുണ്ട്. അദ്ദേഹം ഒരു കളിയിൽ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം നേരെ ചെന്നിട്ട് റഫറിയുടെ അടുത്തുകൊണ്ട് പറഞ്ഞു ഗോൾ പോസ്റ്റിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സമ്മതിച്ചു, ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവായിരുന്നു ആ ഗോൾ പോസ്റ്റിൻ്റെ. അപ്പോൾ അത്രയും വലിയൊരു ഇതിഹാസമായിരുന്നു. ധ്യാൻചന്ദ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കിയുടെ തന്നെ ഏറ്റവും വലിയൊരു സിമ്പിളായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഈ ഒരു സ്പോർട്സ് ഡേ, നാഷണൽ സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തിട്ടാണ് രാജ്യം ആദരിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരറിയോ? ഗോൾ എന്നായിരുന്നു. അത് അത്രയും വലിയ ഇതിഹാസം തന്നെയായിരുന്നു മേജർ ധ്യാൻചന്ദ്.